മലയാള സിനിമ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം വയലൻസോടുകൂടി എടുത്തൊരു സിനിമ. മാർക്കോ എന്ന സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്. ഈ ഒരു സിനിമ എല്ലാവർക്കും കണ്ടിരിക്കാനായിട്ട് കഴിയില്ല. ദുർബല മനസ്സുള്ള ആളുകൾ, കുട്ടികൾ, ഇങ്ങനെയുള്ള ആളുകളൊന്നും ഈ ഒരു സിനിമ പോയി കാണുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ്, അതായത് പീക്ക് ലെവലൊക്കെ എത്തുന്ന സമയത്ത് എനിക്ക് തലയൊക്കെ കറങ്ങാനായി തുടങ്ങി. സീരിയസ്ലി എനിക്ക് തല കറങ്ങാനായി തുടങ്ങി. തലയൊക്കെ കറങ്ങിയിട്ട് ഇങ്ങനെ തല ഇവിടെ നിന്ന് വേദനിച്ച് വന്ന് ഞാൻ അവസാനം സ്ക്രീനിലേക്ക് നോക്കാതെയായി. എനിക്ക് പറ്റുന്നില്ല സ്ക്രീനിലേക്ക് നോക്കാൻ. അത്രയും വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഒരു അത്രയും വയലൻസാണ് ശരിക്കും. അവർ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് പോലെ തന്നെ അത്രയധികം വയലൻസാണ്. ഇതിനപ്പുറത്തേക്കൊരു വയലൻസ് സിനിമ വരുമെന്ന് നമുക്കറിയില്ല മലയാളത്തിൽ. പക്ഷെ ഒരു മാതിരി ലെവലായി പോയി. നമ്മൾക്ക് എന്താ പറയുക, വല്ലാത്തൊരവസ്ഥ. സിനിമയുടെ ആ ഒരു അവസാനം അങ്ങോട്ട് എത്തുന്ന സമയത്ത് തകർന്നു പോവും, ശരിക്കും തകർന്നു പോവും. അമ്മാതിരി വയലൻസാണ്. ഹനീഫ് അഡേനി, ഉണ്ണിമുകുന്ദൻ ടീം ഈ ഒരു സിനിമയെ പൊതുവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെന്താണോ, ഈ ഒരു സിനിമയുടെ ടീം എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവരുദ്ദേശിച്ചത് വയലൻസാണ്. അതൊരു പ്രേക്ഷകന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം വയലൻസ് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിമുകുന്ദന് കഴിഞ്ഞിട്ടുണ്ട്, സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കൂടി വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആ ഒരു മൊമെൻറ്റിലേക്ക് നമ്മൾ മാറിപ്പോകും. സിനിമ വളരെ നോർമൽ രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സിനിമ പതിയെ ചെറിയ രീതിയിലുള്ള ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതൊരു സെക്കൻഡ് ഹാഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിനിമ ഏതോ ഒരു ലെവലിലേക്ക് പോവുകയാണ്. നമ്മൾ ഇങ്ങനെയൊന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊന്നും നമ്മൾ എന്തായാലും ചെയ്യില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ച കാര്യമൊക്കെ അതിൽ ചെയ്യുകയാണ്. ഇതിലൊരു എൻഡ് പോർഷൻ എത്തുന്ന സമയത്ത്, ഈ സിനിമയുടെ ഒരു എൻഡിൽ എത്തുന്ന സമയത്ത് എനിക്ക് കാണാൻ വയ്യാത്തൊരു സീൻ വന്നപ്പോൾ ഞാനിങ്ങനെ ഇനി സ്ക്രീനിലേക്ക് നോക്കാനുള്ള വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാർക്ക് അതുപോലെ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ഇനി ഇത് എങ്ങനെയാണ് കാണുകയെന്ന് പറഞ്ഞിട്ട് അമ്മാരി സാധനങ്ങളൊക്കെ. ഇതൊരു വില്ലൻ്റെ നായകൻ്റെ കഥയാണ്. ഉണ്ണിമുകുന്ദൻ ഒരു വില്ലനാണ് ഓൾറെഡി നമ്മുടെ നിവിൻ പോളി മൂവിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നായക വേഷം എന്ന് പറയുമ്പോൾ ഈ സിനിമയിലെ വില്ലന്മാർ അമ്മാരി ഭ്രാന്തന്മാരായിരിക്കും. വെറി പിടിച്ച നായകനാണ്, പക്ഷേ വില്ലന്മാർ ഭ്രാന്ത് പിടിച്ച പോലുള്ള വില്ലന്മാരാണ്. അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് അവന്മാർ ചെയ്തു വെക്കുന്നത്. മനുഷ്യത്വമൊന്നും ഇല്ല, മനുഷ്യൻ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. മൃഗങ്ങളെന്ന് പോലും പറയാൻ പറ്റില്ല. മൃഗങ്ങളൊക്കെ പാവങ്ങളാണ് ഇതിൽ. മൃഗങ്ങൾ നമ്മൾ ഈ സിനിമയിലെ വില്ലന്മാരെ വെച്ച് നമ്മൾ കൺസിഡർ നോക്കുന്ന സമയത്ത് മൃഗങ്ങൾ വളരെ പാവം. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നറിയോ? എൻ്റെ ഭഗവാനെ, ഞാൻ സീരിയസ്ലി വിചാരിച്ചു ഇത് മലയാളം സിനിമ തന്നെയാണോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ എടുക്കുമെന്ന് എനിക്ക് പലതവണ തോന്നിപ്പോയി. കാരണം ഇതിൻ്റെ ചില എഡിറ്റിങ്സും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ, വയലൻസിൻ്റെ ബന്ധപ്പെട്ടുള്ള ഗ്രാഫിക്സൊക്കെ കാണിക്കുന്നത് പക്ക റിയാലിറ്റി പോലെ തോന്നുന്നു. ഒരുപാട് നമുക്ക് കണ്ട് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് കൺവിൻസ് ആവാൻ വളരെ എളുപ്പമാണ്. കാരണം ആ ഒരു രീതിയും ഇനി എങ്ങനെയാണ് ചെയ്തു വെക്കുക വയലൻസ്. മതിയായി എൻ്റെ അമ്മോ, എന്തുമാതിരി വയലൻസ് അറിയോ, ഒരു രക്ഷയില്ല. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്. നമ്മളെ ത്രില്ലടിപ്പിച്ച ആ ഒരു ഇമോഷനിലേക്ക് എത്തി നമ്മളൊരു എന്താ പറയുക, ഒരു രോമാഞ്ചമൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഇടയിൽ സിനിമയിലേക്ക് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. പക്ഷേ അവസാനം കൊണ്ട് പറഞ്ഞില്ലേ, അവസാനം കൊണ്ട് നമ്മളെ തളർത്തി കളയും. അങ്ങനെ വില്ലന്മാരിനെ ആ ടൈപ്പ് സാധനങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡിൽ ഒരു പ്രതികാരം എന്നോണം ഉണ്ണിമുകുന്ദൻ ഒരു പോക്ക് പോകുന്നുണ്ട്. ആ പോക്കിൽ നമ്മൾക്ക് ഫീൽ ചെയ്യും ആ വില്ലന്മാരിനെ ഇങ്ങനെ ചെയ്താൽ പോരാ, ഇനിയും ചെയ്യുന്ന മനസ്സുകൊണ്ട് തോന്നിപ്പോവും. അത്രയ്ക്ക് വെറുപ്പിക്കുന്ന, അത്രയ്ക്ക് നമ്മളെ മാനസികമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയല്ല. വളരെ സൂക്ഷിച്ചിട്ട് വേണം കുട്ടികളൊന്നും കൊണ്ടുപോകരുത്. ഒന്നാമത് അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ പോയി കാണരുത്. ഒരു റിസ്ക് എടുക്കണ്ട. സീരിയസ്ലി ഞാൻ പറയുകയാണ്, റിസ്ക് എടുക്കണ്ട. കാരണം നമ്മളൊരു ക്യൂരിയോസിറ്റി, ഇങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും. അത് പോയി നോക്കുമ്പോൾ എന്താ ഇത്ര സംഭവിച്ചിരിക്കുന്നത്, സിനിമയല്ലേ, ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു മലയാള സിനിമ എങ്ങനെ എടുത്തു വെക്കുന്നവർ? ഇതിനപ്പുറത്തേക്കിനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ എക്സ്ട്രീം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുണ്ട്. മാർക്കോ സിനിമയിലെ കഥാപാത്രങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഉണ്ണിമുകുന്ദനെ എടുക്കാം. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വളരെ ദേഷ്യമുള്ള, വളരെ സൈലൻ്റ് ആയിട്ടുള്ള, എന്നാൽ വളരെയധികം ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് നന്നായിട്ട് ചേരും. അത് അയാൾ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ഡയലോഗ്, വളരെ എന്താ പറയുക, ക്രൂരം നടക്കുന്ന ഒരു സ്ഥലത്തൊരു ഡയലോഗൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ മാണിക്ക കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സാധനമൊക്കെ ആവശ്യമില്ലാത്തൊരു ഡയലോഗ് ഇടയിൽ കയറി വരുന്നുണ്ട്. അപ്പം ആ ഒരു സീനൊക്കെ എത്തുമ്പോൾ നമുക്ക് തോന്നും, ഈ സിനിമ ചളവാവാൻ പോവുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം ഇതെന്താ ആവശ്യമില്ലാതെ ഈ ഡയലോഗ് ഇവിടെ കൂടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നോക്കിയതാ പൊളിയാൻ പോകുന്ന സിനിമയാണ് എന്നൊക്കെ ഒരു ഫീല് ഒരു കുറച്ച് നിമിഷത്തെങ്കിലും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പോയൊരു പോക്കുണ്ടല്ലോ എൻ്റെ മോനെ, എന്താ അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ചോര പുഴയാണ്, ചോര കടലാണ് ഒഴുക്കി വെച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്കൊന്നും ഒന്നുമില്ല. സിനിമയുടെ എഡിറ്റിംഗ് അടിപൊളിയാണ്, പിന്നെ അതുപോലെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾക്കിത് റിയാലിറ്റി ആണെന്ന് അല്ലെങ്കിൽ റിയൽ ആണെന്ന് തോന്നിപ്പോകുന്ന ഭയങ്കര വയലൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ അപ്പം അതൊക്കെ നമുക്ക് ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ ഡമ്മി ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല. ബിക്കോസ് നമ്മളത് ആരും അങ്ങനെ കണ്ട് പരിചയമുള്ള സാധനങ്ങളല്ല ഈ വസ്തുക്കൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ. അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ നമ്മളതിൽ വിശ്വസിച്ച് പോകും. ഇനി സിനിമയിലെ വില്ലൻ കഥാപാത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ ജഗദീഷ് ഒരു രക്ഷയില്ല. അയാൾ തീയാണ്. അയാൾ എത്ര പ്രായമായാലും അയാൾ ചെയ്യുന്ന അയാളുടെ പെർഫെക്ഷൻ, അയാളുടെ ആ ഒരു രീതി, മാനറിസം, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ അതൊക്കെ ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് ആണ് ജഗദീഷിൻ്റെ. ഇപ്പോൾ സിദ്ദിഖ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടോ ഈ ഒരു സിനിമയിലും. സിദ്ദിഖിന് അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്കിൽ കൂടിയും അത് മാത്രമല്ലാതെ സിദ്ദിഖിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അതായത് ഉണ്ണിമുകുന്ദനെ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് സിദ്ദിഖും. മാർക്കോ സിനിമയിലെ വില്ലന്മാരുടെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തോന്നടോ അത്, എങ്ങനെയാണ് നിങ്ങളിതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? നിങ്ങളൊക്കെ വെളിയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഏത് രീതിക്കാണ് നിങ്ങൾ നോക്കിക്കാണ്. സംഭവം സിനിമയാണ്, ഇതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ബോധമുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ സിനിമയാണ്, ആക്ടിങ് ആണ്, പാർട്ട് ഓഫ് ദ ഫിലിം ഒക്കെ ഓക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റോളൊക്കെ അഭിനയിക്കാനായിട്ട് അതൊരു സൈസ് മനക്കെട്ടി വേണം. വല്ലാത്ത വില്ലന്മാർ കേട്ടോ. ഒരു വില്ലൻ എന്നല്ല ഇതിനെ പറയേണ്ടത്. ഇതിനെ എന്താ പറയുക, വില്ലൻ ഒന്നും അല്ല. വില്ലനൊക്കെ പാവം വേടാണ്. ഇവർ വേറെന്തോ ജീവികളാണ്. ഈ സിനിമ കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാം, കാണണം. മനക്കെട്ടിയുള്ളവർ, അതുപോലെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷ്വൽസ് ഒന്നും വലിയ കുഴപ്പമില്ലാത്തവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സിനിമ കാണാം, യാതൊരു കുഴപ്പമില്ല. കാരണം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമയിൽ നന്നായി പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിമുകുന്ദനാണെങ്കിലും അതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ എഡിറ്റിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ക്യാമറയൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറയൊക്കെ ആ ഒരു ഫൈറ്റ് സീൻ്റെ ഒക്കെ ഇടയിൽ കിടന്നിട്ട് ക്യാമറമാൻ കിടന്നിട്ട് കറങ്ങി തിരിയേണ്ടി തോന്നുന്നു. കാരണം ഒരു സ്റ്റെയർ കേസിൻ്റെയൊക്കെ മേലെ കയറിയിട്ടൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ഇതിൽ ക്യാമറമാൻ കടന്നിട്ട് ഉണ്ണിമുകുന്ദൻ ചെയ്യുന്ന ആക്ഷനൊക്കെ ക്യാമറമാനും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ക്യാമറയും പിടിച്ചുകൊണ്ട്. ആ രീതിയിൽ സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിനെ പറ്റിയിട്ടുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും ഇതൊരു കുട്ടികളെ കാണിക്കരുത് എന്ന് പറയുന്നത് ശരിക്കും അത് കാണിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് വെറുതെ ഒരു സിമ്പൽ കൊടുത്തതൊന്നും അല്ല കേട്ടോ. സീരിയസ്ലി കുട്ടികളെ കാണിക്കാൻ പാടില്ല. അമ്മാതിരി സാധനങ്ങളൊക്കെയാണ് അതിൽ എടുത്തു വെച്ചിരിക്കുന്നത്. മാർക്കോ എന്ന ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, പിന്നെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ സംവിധായകൻ, ഇങ്ങനെ ചേർന്ന് ഇവരുടെ ആ ഒരു ടീം ഉണ്ടല്ലോ, ഈ ടീം എന്താണോ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്, ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്, അത് 100% വർക്കായിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെ പറയാം. അതിലൊന്നും യാതൊരു തർക്കമില്ല കേട്ടോ. എന്താണോ അവർ ഉദ്ദേശിച്ചത് അതെന്തായാലും ഔട്ട്പുട്ടിൽ കിട്ടും. അത് താങ്ങാൻ കഴിയുമോ എന്നുള്ള സംശയമേ ഉള്ളൂ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന വിഭാഗത്തിന് ഇത് കാണാം. കാരണം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾക്കൊരു പക്ഷേ നമ്മൾ ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ താങ്ങാൻ കഴിയാത്ത സങ്കടമായിരിക്കണം, അങ്ങനെയായിരിക്കണം. ഇത് വയലൻസ് കൊണ്ട് നോക്കാൻ വയ്യ എന്ന് തോന്നിപ്പോകുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എന്നാലും എൻ്റെ ഉണ്ണിമുകുന്ദ മാളികപ്പുറത്ത് നിന്ന് നേരെ ചെയ്ത സിനിമയെ കൊള്ളാം. എന്നാലും വർക്ക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ വളരെ സിൻസിയറായിട്ട് ചെയ്തു. നിങ്ങളുടെ ടീം ഫുൾ എല്ലാവരും വളരെ സിൻസിയറായിട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ മിഖായേലിലെ മാർക്കോ ആയിട്ട് ഇതിന് വലിയ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പാടില്ല. എന്നാലും അത് ആ ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൽ സിദ്ദിഖിൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവം അങ്ങനെയുള്ള കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കണക്ഷൻ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയിലെ മിഖായേൽ സിനിമയിലെ മാർക്കോ അല്ല ഇത് വേറെ റേഞ്ചിലൊരു സാധനം, ഒരു ഐറ്റം. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് തലവേദനിക്കണം. കൊള്ളാം, നല്ല സിനിമയാണ്. സീരിയസ്ലി ഞാൻ ടീം അവരിനെ റെസ്പെക്റ്റ് ചെയ്യാണ്. അവരെടുത്ത് വെച്ച എന്താണോ അവരെന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് കിട്ടി. അടിപൊളി, ഗുഡ്.